അല്ലെങ്കിൽ വൈബ് അല്ലെങ്കിൽ ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നമ്മളെല്ലാവരുടെയും നമ്മളെപ്പോഴും റിമി ടോമിയെ ഒരുപാട് വർഷങ്ങളായിട്ട് ടെലിവിഷനിലൂടെയും പ്ലേ ബാക്ക് സിംഗറായിട്ടും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നേരം ടി വി ഓൺ ചെയ്താൽ റിമി ടോമിയുടെ എന്തേലും ഒരു കാര്യം അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗറാണ് റിമി ടോമി. നമ്മുടെ എല്ലാവരുടെയും മുന്നിലൂടെയാണ് ഒരു അൺബിലീവബിൾ ട്രാൻസിഷൻ അല്ലെ. ഇത്രയും ബിസി ഷെഡ്യൂളിൽ ഇത്രയും ആ ഒരു വർക്ക് ടൈമിലൊക്കെ കുറച്ച് ടൈം കണ്ടെത്തി ആ ഒരു വർക്ക്ഔട്ടിനും ഡയറ്റിനും വേണ്ടിയിട്ട് നമ്മുടെ റിമി ചേച്ചി അത്രയും സമയം കണ്ടെത്തിയിട്ടാണ് ഈ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ ഇവിടെ നടത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എങ്ങനെയായിരുന്നു. ആ ഒരു കുറച്ച് തടിച്ചിട്ട് ഒരു കുറച്ച് ഫാറ്റ് ആയിട്ട് ഒരു ബബ്ലി ആയിരുന്നു പണ്ട്. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്നല്ല നമ്മുടെ മുന്നിൽ നമുക്ക് ഇൻസ്പയറിംഗ് ആണ്. ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ തരുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. അപ്പോൾ ശരി, എന്താണ് ഈ ഒരു മൊമെന്റിൽ നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഫുജേരയിൽ നേരത്തെ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? യെസ്, ഈ സൈഡ് കൂടെ ഒന്ന് കണ്ടോട്ടെ. ഫിജറയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞ് അനുജത്തി അനുജന്മാർക്കും നമസ്കാരം. എത്രയോ ആദ്യം അവതാരകയ്ക്ക് ഇത്രയും വളരെ സ്നേഹത്തോടെ ഒരാളെ പുകഴ്ത്താൻ പറ്റുക എന്ന് പറയുന്നത് നിസ്സാര ജോലിയല്ല. അതിന് നന്ദിയുണ്ട്. നല്ല വാക്ക് കേൾക്കാൻ സാധിച്ചതിന് ഞാനിവിടെ. അയ്യോ അവതാരക, വളരെ എന്ത് രസമായിട്ടാണ് എല്ലാവരെയും വിളിച്ച് ഞങ്ങളെ കാറിലിങ്ങോട്ട് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നോടം വരെ അദ്ദേഹം പല പല കാര്യങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് ജർമ്മനിയിലാണ്. അങ്ങനെ തൊട്ട് അല്ലേ നിങ്ങൾ പിന്നെ അല്ലാന്നുള്ള രീതിയിലുള്ളൊരു, പക്ഷേ അത് ഇവിടെ വിചാരിച്ചില്ല പുള്ളി. എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക അങ്ങോട്ട് വാ. അവസാനം ഞാൻ ഇത് കേട്ട് ഞാൻ പറഞ്ഞു വല്ലപ്പോഴും ഒന്ന് ചെല്ലും. ഭാര്യയല്ലേ വിളിക്കുന്നത്, വേറെ വല്ലവരും അല്ലല്ലോ. അല്ല അതല്ല റിമി, ഞാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പോകണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, ഒത്തിരി സന്തോഷം. എനിക്ക് ഒരു പുതിയ അനുഭവമാണ്. എന്തായാലും എനിക്ക് തോന്നുന്ന മലയാളം പ്ലേ ബാക്ക് സിംഗേഴ്സിൽ ആദ്യമായിട്ട് ഒരാള് ജിം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറെ വല്ലവരും എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഈ റിമി ടോമിക്ക് എന്താണ് ജിമ്മുമായിട്ടുള്ള കണക്ഷൻ. പക്ഷെ എല്ലാവർക്കും തന്നെ അത്യാവശ്യം അറിയാം ഞാൻ എങ്ങനെ ഇരുന്ന ഒരാളാണെന്നും എന്നെ ഇങ്ങനെ മാറ്റിയതും ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എന്നും ഇനി 40, 50, 60 എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടും പിന്നെ രണ്ടാമത്തെ ജിമ്മുമാണ്. അത് ജിമ്മിൽ പോകുന്നവർക്കറിയാം, അത് നമുക്കൊരു ലഹരി പോലെയാവും. ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് കണ്ടമാനം ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഒരിക്കലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ഒരാളാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള എന്നെ ഇത്രയും എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയെങ്കിൽ എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ ഈ ജിമ്മിന് എന്തോ ഒരു മാജിക് ഉണ്ട്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. എന്നെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് ലേഡീസ് ജിമ്മിൽ വന്നു തുടങ്ങി എന്നൊക്കെ കേട്ടപ്പോൾ റിമിയാണ് ഞങ്ങൾക്ക് മോട്ടിവേഷൻ ഒക്കെ കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതിനേക്കാളും കൂടുതൽ സന്തോഷം ഇന്ന് കിട്ടിയത് നമ്മുടെ ഡോക്ടർ റിമി അടക്കമുള്ള ബോഡി ബിൽഡർ എന്നൊക്കെ വിളിച്ചു. ഞാൻ തന്നെ കോരി തിരിച്ചു, ഞാനൊരു ബോഡി ബിൽഡറായോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പറയാണ്, നമ്മൾ ഹെൽത്ത് ഈസ് വെൽത്ത്, കറക്റ്റാണ്. ഇന്ന് ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കാം, നെഗറ്റീവ് ന്യൂസുകളും കേൾക്കാം. ജിമ്മിൽ പോകാൻ പാടില്ല. പക്ഷെ അതൊക്കെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഡോക്ടേഴ്സിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് എന്തൊക്കെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ മിതമായ രീതിയിൽ ചാടി കയറി ഹൈ വെയിറ്റ് ഇട്ട് ചെയ്യാതെ. ചിലർ വിചാരിക്കും ഞാൻ ജിമ്മ് ചെയ്യേണ്ട ആവശ്യം എന്താ, ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാർഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ സുംബ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. സ്ട്രെങ്ത് ട്രെയിനിങ് നമുക്ക് വളരെ അത്യാവശ്യമുണ്ട്, പ്രത്യേകിച്ച് പ്രായം മുന്നോട്ട് പോകും തോറും ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും. അതുകൊണ്ട് ഒരു നല്ല ട്രെയിനറുടെ കീഴിൽ വളരെ ലൈറ്റായിട്ട് തുടങ്ങി പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസിലോട്ട് അവർ നിങ്ങളെ മാറ്റിക്കൊള്ളും. എപ്പോഴും ഒരു പ്രൊഫഷണൽ പേഴ്സണൽ ട്രെയിനറിൻ്റെ ഗൈഡിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് പിന്നെ നമുക്ക് വിട്ടു മാറാൻ പറ്റാത്ത വലുതായിരിക്കും. ഒരിക്കൽ കൂടി എമ്മ ഫിറ്റ്നസിൻ്റെ 6th ബ്രാഞ്ച് ഓപ്പണിങ്ങിന് എന്നെ ക്ഷണിച്ചതിന് ഇപ്പം ലോകത്ത് പല ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് വലിയൊരു ബോഡി ബിൽഡറാണ് അദ്ദേഹം, ജിം രവി അല്ലേ, ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. പിന്നെ മൈസൂരിൽ നിന്നൊരാൾ സിനി ആക്ടറാണ്, ഓക്കെ എവിടെയോ കണ്ട പോലെ. പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരും ഇപ്പോൾ 10-30 ജിമ്മിലുള്ള വേൾഡിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്നു. എന്തായാലും എല്ലാവരെയും ഇങ്ങനെ ഒരു ഫംഗ്ഷന് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വേറെ എന്താ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
അല്ല പാട്ട് എന്തായാലും പാടും, പാട്ട് പാടിക്കാൻ നമ്മൾ വിടില്ല. ഓക്കെ, നമ്മള് പാട്ടിലേക്ക് കടക്കുന്നതിന് മുന്നമേ നമുക്ക് തീരെ കേക്കോ മധുരമേ കഴിക്കാത്ത ആളൊന്നുമല്ല. എനിക്കത് ഒട്ടും പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വരും. ചീറ്റ് മീൽ ഉണ്ടെന്നറിയാം. തീർച്ചയായിട്ടും അത് ആഴ്ച 1 or 2 ഒക്കെ ഉണ്ട്. ഞാൻ കൂടുകയും ചെയ്യും. പക്ഷെ ഞാൻ ബാക്ക് ടു ഇതിലോട്ട് വരുന്നത്. ഇതിന്റെ ഇടയിൽ ഞാൻ 2019 ശരിക്കും ജിമ്മ് തുടങ്ങുന്നത്. ഇതിന്റെ ഇടയിൽ കോവിഡ് വന്നു, നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യേണ്ടി വന്നു, ചെറിയൊരു ഷോൾഡർ ഇഞ്ചുറി വന്നു, 1 വർഷം അങ്ങനെ പോയി. പക്ഷേ അതൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ വീണ്ടും ഞാൻ ബാക്ക് ടു ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫീമെയിൽ ട്രെയിനറായ മുംബൈയിലുള്ള ഒരു യാഷ്മിൻ ചൗഹാന്റെ കീഴിലാണ് ഞാൻ ട്രെയിനിങ് നടത്തുന്നത്. ചിലർ വിചാരിക്കും എന്തിനാണ് റിമി ഇത്രയൊക്കെ ഒരു വലിയ ട്രെയിനറിൻ്റെ അടുത്ത്. പക്ഷേ ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ട്രെയിനർ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമ്മളങ്ങ് പൈസ മുടക്കി ബാങ്കിൽ ഇടുകയല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടെയുള്ള ട്രെയിനർമാർക്കുള്ള ഉപദേശം എന്താ? അയ്യോ, ഞാൻ ഉപദേശിക്കാൻ ആരുമല്ല, അത് വേറെ കാര്യം. നാളെ എന്താണ് എനിക്കെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളുടെ ഒന്നുമല്ല. പക്ഷെ എൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷവും ഒരു പ്രചോദനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ചേച്ചിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഒരു ജിം സ്റ്റാർട്ട് ചെയ്ത് 2019 അല്ലേ, എന്തെങ്കിലും ആരെങ്കിലും ഒരു ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചുമ്മാ സമയം പോകാൻ വേണ്ടി എനിക്കെന്തോ വേറൊരു കാര്യം, ജിമ്മിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ ബോഡി ടോണ്ടാക്കുക അല്ലെങ്കിൽ ഭംഗി കൂട്ടുക മാത്രമല്ല, ജിമ്മിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ഒരു ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് കോൺഫിഡൻസ്. ആ പാട്ടൊക്കെ കേട്ട് അവിടെ പോയി 2 ചാട്ടവും അല്ലെങ്കിൽ 2 വെയിറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്ന ഒരു സങ്കടം കാണില്ല തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ. ശരിയാണോ ഞാൻ പറഞ്ഞേ? ഇവിടെ ആരും ഇല്ലേ ജിമ്മിൽ പോകുന്നവര്? അതാണ് ജിമ്മില് പോകുമ്പോ നമുക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു എനർജി ഉണ്ടല്ലോ, അതാണ്. നിങ്ങൾ എല്ലാവരും പോകുന്ന എല്ലാവർക്കും. അപ്പൊ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സോ വിഷമങ്ങളോ ജോലിയോ ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഓട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ അല്ലെങ്കിൽ ജിമ്മിൽ 2-3 പേരോടൊക്കെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞൊക്കെ വരുമ്പോൾ വർത്താനം പറയാൻ പോകരുത്. നമ്മള് ലേഡീസ് മിക്കവാറും അതാണ്. ഒരു മണിക്കൂർ ജിം ആണെങ്കിൽ അല്ലെ അരമണിക്കൂർ നമ്മൾ സംസാരിക്കും. അങ്ങനെയെങ്കിലും അവരൊന്ന് വരട്ടെ. അതെ, ഓക്കെ. നമുക്ക് to Fujairah. Thank you for Safir for telling me coming here. Thank you for everything. And in Arabic, Mabruk for Jim. Thank you. Bharat Shrestha Award. Please come on stage. And this is cine artist from Karnataka. And good evening, everyone. This is A.V. Ravi, Mr. India, international bodybuilder, South Indian film actor. I'm happy to share with you in this occasion. I'm really happy because our Emma Fitness made me this happy. I'm request you people, please come and join with our Emma Fitness and support. Your support is most important for anything, for any awards. Okay, thank you. Asian Church Bodybuilding National Human Rights Committee member, Malappuram District. ഹായ് ഓൾ, നമസ്കാരം. ഫുജറ ഓക്കെ അല്ലേ? എന്തൊരു ക്രൗഡാണിത്. അപ്പോൾ നമ്മുടെ റിമിയ മാഡം ഇവിടെ ഒരുപാട് സ്പീച്ച് ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇമാ ഫിറ്റ്നസിൻ്റെ 6ാമത്തെ ബ്രാഞ്ചാണ്. നിങ്ങളെപ്പോലത്തെ ഒരു ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ 6ാമത്തെ ബ്രാഞ്ച് ഇവിടെ വന്നത്. റെഡിയല്ലേ? അപ്പോൾ അതിന് നല്ലൊരു കൈയടി കൊടുക്ക്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് സുനിൽ, അബി, ഷഫീർ, അവരെ ഒരു വളർച്ച തന്നെയാണത്. പലതും പറഞ്ഞിട്ടും പല തളർത്താൻ നോക്കുമ്പോഴും അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ്. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ ഇനിയും ഹെൽത്ത് ഈസ് വെൽത്ത്. ഈ ജിമ്മിനെ നിങ്ങൾ നല്ല എക്യുപ്മെൻറ്റ്സ് ആണ്, നല്ല എന്താ പറയുക, നല്ലൊരു പ്രീമിയം ജിമ്മാണ്. അതിനെ നിങ്ങൾ നെഞ്ചിലേറ്റുക, ഏറ്റെടുക്കുക. താങ്ക് യു.
ഒട്ടേറെക്കാർക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മിക്കവാറുള്ള എല്ലാവർക്കും കാലങ്ങളായി അറിയാവുന്ന ഹലോ സർ, സാറിനെ കുറിച്ച് ചീഫ് ട്രസ്റ്റി ഓഫ് തൃശൂർ കൈപ്പമംഗലം ഹീര ചാരിറ്റബിൾ ട്രസ്റ്റ്, UAE Gulf Malayali Coordination Committee Chief and Chairman of NRI Coordination Committee, Calicut Airport Advisory Board Member, and it goes so long. Thank you so much, and we don't have words to describe about him, much more about it. I think this is a short brief about him. Sir, thank you so much for coming today evening. Your time and your valuable time is so much precious for us. Your blessings and prayers for us, it's most important. Can we have 2 words for us, please? Thank you. Bismillah. എൻ്റെ പ്രിയപ്പെട്ട ഫുജിറ നിവാസികൾ, ആക്ച്വലി ഐ ആം നോട്ട് എ ഗസ്റ്റ്. ഞാൻ ഒരു ഗസ്റ്റല്ല. ഞാൻ നിങ്ങളെയൊക്കെ ആദ്യം സ്വീകരിക്കേണ്ട ഒരു ഫുജിറക്കാരനാണ്. നമ്മളെ ജൊഹാൻ ഇന്നലെ ന്യൂയോർക്കിൽ He's our special guest from Karnataka, Mysore. Momento. എല്ലാരും ഒരു നിറഞ്ഞ കൈയ്യടി അടിച്ചേ. അതെ, കൈയ്യടി പറന്നു പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു മൊമെന്റോ എന്ന് പറയുന്നത് നമ്മുടെ എമ്മ ഫിറ്റ്നസിന്റെ ഒരു സ്നേഹോപഹാരമാണ്. നമ്മുടെ Come on, Fujairah! Show your power! നല്ലൊരു ആ വിസിലടിക്കാനൊക്കെ കുറെ ചേട്ടന്മാർക്ക് അറിയാലോ. നല്ലൊരു വിസിലടി ആവട്ടെ. പറയട്ടെ. താങ്ക് യു. ഒരു അടിപൊളി കൈയ്യടി ആവട്ടെ. Fujairah, are you ready? Thank you so much. Next. Motivational speaker and life coach. All right. ഒരു നിറഞ്ഞ കൈയ്യടി ആവാ ഇതിന്. Okay, നമ്മുടെ ചീഫ് ഗസ്റ്റ്. ആളെ മിസ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ സുനിൽ, ഐ ഡോണ്ട് നോ വേർ ഹി ഈസ്. Mr. Sunil, please come on stage. and Mr. Aju and Kondodi Karam Baputi, please come Mr. on stage. Shahid Manikot. And Mr. Shahid Manikot. Abid. Mr. Abid. I don't know, I'm missing someone. ഇവിടെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. നമ്മൾ ക്വിക്ലി എല്ലാവരും വിളിക്കണം. Miss Shafita, please come on stage. മിസ് ഷഫ്സീന, നമ്മുടെ ഇൻവൈറ്റഡ് ഗേൾസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ടീം എല്ലാവരും. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സേതു സർ, സേതു മാഷ്, യെസ്, മിസ് ഷഫ്സീന, മിസ് റവീഹ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മിസ് റവീഹ, give her a big round of applause. താങ്ക് യു. യെസ്, here Miss Shafsina here. സോ നമ്മുടെ ഈ ഒരു സ്വീറ്റ് കേക്ക് പോലെ തന്നെ എമ്മ ഫിറ്റ്നസിന്റെ ഒരു സക്സസ്ഫുൾ ജേർണി ഇനിയും മധുരമുള്ളതാവട്ടെ, സ്വീറ്റ് ആവട്ടെ. Thank you all for the wonderful night. സക്സസ്ഫുൾ ജേർണി ആവട്ടെ. വീണ്ടും